ഞാൻ വരുമ്പോഴത്തേക്ക് ഇവിടെ റെഡി ആയിട്ട് കൂട്ടുകാരൊക്കെ എത്തി. എന്താ ഞാൻ പണി കഴിഞ്ഞിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. ഇവിടെ നമ്മളെ തൊട്ടടുത്തതാ കാണുന്ന അവിടെ തന്നെ ഇവിടെ തന്നെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ ഇവനും ആദ്യകൂട്ടിനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഉച്ചയ്ക്ക് റെഡി ആയതാ, ഇപ്പോൾ റെഡി ആയതാ. ഇനി എനിക്ക് കുളിക്കണം, കുടുനെ റെഡിയാക്കണം, പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം കേട്ടോ. കളിക്കാൻ പോകാറില്ല ഇവിടെ. ഞാൻ ചേച്ചി നീ ചെയ്താ? ഞാൻ ചെയ്ത പെയിന്റിങ് അതൊന്ന് കാണിച്ചു കൊടുത്തടാ. തത്തമ്മേന്റെ ഒക്കെ ഉണ്ട്, തത്തമ്മേന്റെ ഒക്കെ ഒക്കെ ചെറുപ്പത്തിലെ കാര്യം. അങ്ങോട്ട് പോ. കൊടുത്ത് എത്ര പൈസ ഉണ്ടാക്കുന്നത് കഴിഞ്ഞു കേട്ടോ. ഇവർക്ക് ഒന്നും കൊടുത്തില്ല, വെള്ളം പോലും കൊടുത്തിട്ടില്ല. ഇവർക്ക് ചായ കൊടുത്തില്ല, വെള്ളം കൊടുത്തിട്ടില്ല. കല്യാണം കൊടുത്തില്ല. എല്ലാവരും പുതിയ സാരിയൊക്കെ എടുത്തുവരും. ഞാനൊരു 16 വർഷം മുമ്പ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സാരി കേട്ടോ എടുത്തത്. അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ ചെറിയൊരു ഓട്ടോയൊക്കെ ഉണ്ട്, അത് സാരമില്ല, രാത്രി ആരും കാണൂല അല്ലേ കേട്ടോ. തോന്നി ആളല്ലോ നിൽക്കുമോ സൈഡ് സൈഡ് നിൽക്കും. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഹായ്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കല്യാണ പെണ്ണൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടിയായിട്ട് ഒരുങ്ങിയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഓരോ ഫാമിലിയൊക്കെ കൂട്ടുകാരും ഫാമിലിയും അവരെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, വീഡിയോ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും പറഞ്ഞു ഞങ്ങളൊരു കുഞ്ഞു വീഡിയോ പിടിക്കട്ടെ എന്ന് പറഞ്ഞു കുടുവൊക്കെ കയറിയിരുന്നു കേട്ടോ. അപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോ എടുക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞേ. ഞാനിരിക്കണം എന്നൊക്കെ ഓർത്തായിരുന്നു. പിന്നെ വീഡിയോ പിടിക്കുന്ന ശ്രദ്ധയിലായി പോയിട്ടോ. അപ്പോൾ കുടുവിനോട് കയറിയിരിക്കും കുടു എന്ന് പറഞ്ഞപ്പോൾ കുടു ഇരുന്നു. പിന്നെ കുടു വേഗം കയറിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാരും ഞങ്ങളെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒരാശംസ അറിയിച്ചേക്കും കേട്ടോ. ഇല്ലെങ്കിലും ഇനി എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. എന്തൊക്കെയാണെങ്കിലും ഓരോ പെൺകുട്ടികളെയും വിവാഹം കഴിച്ച് കൊടുത്തയക്കുന്ന സമയത്ത് ഓരോ കുടുംബത്തിലെയും അച്ഛനമ്മമാർക്ക് മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളാണല്ലേ. ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് ഓരോ പെൺകുട്ടികളെയും കൈപിടിച്ച് കൊടുത്തയക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷകളൊന്നും മങ്ങാതെ ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്ന രീതിയിൽ എനിക്ക് സൗണ്ട് ഇതായി പോയിട്ടോ, സോറി കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, നല്ലൊരു എന്താ പറയുക, നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ നമുക്ക്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താ തോന്നിയെന്നറിയോ, നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്നു. പിന്നെ നമ്മൾ ആരെയും കാണുന്നില്ലല്ലോ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കെങ്കിലും എല്ലാവരെയും ഒന്ന് കാണും, വല്ലപ്പോഴൊക്കെ ഒന്ന് നമ്മളിങ്ങനെ അയലിയിലൊക്കെ പോകുമ്പോഴൊക്കെ. ഇപ്പം എന്ന് പറഞ്ഞാൽ തീരെ അങ്ങനെ ഒന്നിനും പോകുന്നില്ലല്ലോ. അപ്പോൾ ആരെയും കാണാനും കഴിയില്ല കേട്ടോ. ഇവിടെ ഇതാ കുടുവും ഇഷാനിക്കുട്ടി, കുടുവിൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ ഇഷാനി. കുടുവും ഇഷാനിക്കുട്ടിയും കൂടെ കളിയാണ്. പിന്നെ മോനുസും അവരുടെ കൂട്ടുകാരും അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളും അധികം വൈകിയില്ല കേട്ടോ. ഇനി നമ്മൾ വൈകി ഏതായാലും വന്ന് നേരത്തെ ആ പരിപാടി അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ. ഈ ഭക്ഷണം കഴിക്കാനുണ്ടെന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങളും അധികം നേരം ഒന്നും നിന്നില്ല. ഞങ്ങളൊരു 8:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കേട്ടോ, ചോറ് തിന്നു കേട്ടോ. നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ ആയിരുന്നു. കുടു കുറച്ചൊക്കെ കഴിച്ചുള്ളൂ. ഞങ്ങൾ ചോറിനാനിരുന്ന സമയത്ത് കുടു വന്നില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ പകുതി ചോറ് തിന്ന് കഴിഞ്ഞപ്പോൾ അയ്യോ കുടുവിനെ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോൾ കുടു അവിടെ ഇഷാനീൻ്റെ കൂടെ കളിയാണ് കേട്ടോ. കുടുവിനെ വിളിച്ചിട്ട് കുടു വരുന്നേ ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചോറുണ്ട് കഴിഞ്ഞതിന് ശേഷം കുടുവിന് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ കൂട്ടുകാരാണ് കേട്ടോ. ഇന്ന് ഒരുപാട് സന്തോഷം തോന്നിയ ദിവസമാണ് കേട്ടോ. നമ്മളെ കൂട്ടുകാരെല്ലാവരെയും നമ്മളറിയുന്ന കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ
എന്നും നമ്മളെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്നവർ മാത്രമല്ല നമ്മളെ കൂട്ടുകാർ, അല്ലെങ്കിൽ എന്നും നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നവരോ എന്നും നമ്മൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്ന, എനിക്ക് അങ്ങനെ പൊതുവേ ആരോടും ഇല്ല കേട്ടോ. നമ്മളങ്ങനെ ഒരാളോട് മാത്രമായിട്ടൊരു മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ ഒരാൾ മാത്രം അങ്ങനെയില്ല. നമ്മൾ ഈ ഇൻറ്റിമേറ്റായിട്ട് കുറച്ച് കൂട്ടുകാരെന്തായാലും ഉണ്ടാവും. അവരെ പോലും നമ്മൾ ഡെയിലി വിളിച്ച് പറഞ്ഞൊന്നുമില്ല കേട്ടോ. കാണുമ്പം ഞങ്ങൾ കൂടുന്നു, സംസാരിക്കുന്നു, എല്ലാവരും നമുക്കൊരുപോലെ കേട്ടോ. എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്, എല്ലാവരോടും ഒരുപോലെ തന്നെ. പിന്നെ നമ്മളോടൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കെല്ലാവരും ഒരുപോലെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ കണ്ടു, നമ്മളെ കൂട്ടുകാരെയും നമ്മളറിയുന്ന ചേച്ചിമാരെയും നമ്മളടുത്തുള്ളവരെ അങ്ങനെ എല്ലാവരെയും കണ്ടു. അപ്പോൾ കൂടും ഈ ഷനീൻ്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ കൂട്ടുകാർ. അവിടെയും കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ അവിടെ ഇരുന്നതാ കളിക്കുന്നു. പിന്നെ ഞങ്ങൾ അപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഇടയ്ക്കൊക്കെ ഞാൻ അതിലൊക്കെ പോയിട്ട് കുഞ്ഞു വീഡിയോ ഒക്കെ പിടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ, വീഡിയോ, പാട്ടൊക്കെ കംപ്ലീറ്റ് പാട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പാട്ട് സഹിതം വീഡിയോ ഇടാൻ ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. നല്ല നല്ല അടിപൊളി സോങ്ങൊക്കെ ഉണ്ട്. എനിക്ക് എളുപ്പമായിരുന്നു കേട്ടോ, സോങ് വെച്ചിട്ട് അങ്ങ് വീഡിയോ ഇടുകയാണെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് വരുമല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഡിലീറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നമ്മളെ തൊട്ടടുത്ത സിന്ധു ചേച്ചിൻ്റെ മോളെ കല്യാണത്തിന് ഞാൻ വീഡിയോ ഇട്ടപ്പം എനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷമായിരുന്നു എന്നറിയോ. ഒത്തിരി നാൾ കൂടിയിട്ട് എത്രയോ പേരെ കണ്ടു. എനിക്കറിയില്ല എത്ര പേരെ കണ്ടു എന്ന് കേട്ടോ. അവർ ഒത്തിരി സ്നേഹത്തോടു കൂടി അവരൊക്കെ ചേർത്ത് നിർത്തിയപ്പം എന്തോ ഒരു സന്തോഷം തോന്നി കേട്ടോ. അപ്പം ശരിക്കും പോയില്ലെങ്കിൽ നഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ജോലി കളഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പണി കഴിഞ്ഞ് വന്നിട്ട് ഒരു 6 മണി ആയില്ലേ, പിന്നെ 7 മണി ആയപ്പോഴാണ് പോയത്. അങ്ങനെ എല്ലാവരെയും കണ്ടു മിണ്ടി വർത്താനം പറഞ്ഞ് 12 മണിയായപ്പോഴത്തേക്ക് സൗണ്ട് ഒരുവിധം ഇതായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഓരോ ചങ്കത്തികൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴാണ് നമ്മളെ മുന്നിലേക്ക് വന്ന് ചാടുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങ് നിന്ന് പോകും എത്രയായാലും കേട്ടോ. അങ്ങനെ ഒരു കല്യാണത്തലേന്ന് പിന്നെ എന്താണ് അങ്ങനെ ദിവചേച്ചിയൊക്കെ ടാറ്റയൊക്കെ തന്ന് പോവുകയാണ് കേട്ടോ. അവർ 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവരെ പിടുത്തം വിട്ടു കേട്ടോ. അപ്പോൾ അവർ കുറച്ച് പേരൊക്കെ പോയുള്ളൂ. എന്നാലും ഞാൻ പോരുമ്പോഴും അത്യാവശ്യം ആളുണ്ട് കേട്ടോ. ഞാൻ തന്നെ പോരുമ്പം 12 മണിയായി എന്ന് എനിക്ക് തോന്നി. അപ്പം തന്നെ ഇഷ്ടം പോലെ മക്കൾ നല്ല ഡാൻസാണ് കേട്ടോ അവിടെ, നല്ല അടിപൊളി ഡാൻസാണ്. ഞങ്ങൾ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. പക്ഷേ അവിടെ ഇങ്ങനെ ലൈറ്റ് പിന്നെ പല കളറിൽ ഇങ്ങനെ മിന്നി കളിക്കുന്ന കാരണം നമുക്ക് വീഡിയോയിൽ ക്ലിയർ ഇല്ല കേട്ടോ. വീഡിയോ പിടിച്ചതിലൊന്നും നമുക്ക് ലൈറ്റ് വേറെ സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത കാരണം നമുക്കതിലൊന്നും ഇല്ലല്ലോ. അപ്പം നോക്കുമ്പോൾ ഞാൻ വീഡിയോ പിടിച്ച് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ പിടിച്ചത് ഇങ്ങനെ ഒരു ഇളക്കം മാത്രമേ കാണുകയുള്ളൂ കേട്ടോ. എന്നാലും പ്രിയപ്പെട്ട കൂട്ടുകാർ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ കോപ്പിറൈറ്റ് പേടിച്ചിട്ടാണ് കേട്ടോ ഈ മ്യൂസിക് ഈ വീഡിയോ പാട്ടോടെ ഇടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് പേടിച്ചിട്ടാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതുപോലെ തൊട്ടടുത്ത വീട്ടിൽ സിന്ധു ചേച്ചീൻ്റെ മോളെ കല്യാണത്തിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സോങ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കളഞ്ഞത്. പാട്ട് ഒഴിവാക്കിയിട്ട് നമ്മളിടുന്നത്, പറഞ്ഞിടുന്നത് അതുകൊണ്ടാണ് കേട്ടോ.
മക്കളൊക്കെ വളരെ ഭയങ്കര സന്തോഷത്തിൽ കുറേ കുഞ്ഞുമക്കളുണ്ട് കേട്ടോ, അവിടെ ഡാൻസ് കളിക്കുന്ന കുറേ മക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊടു അതിൻ്റെ കൂടെ കൊടു ഭയങ്കര തുള്ളലാണ് കേട്ടോ. കൊടു അവിടെ എവിടേക്കോ ഡാൻസ് കളിക്കുന്നുണ്ട്, അവിടെ എവിടെ നോക്കി നിൽക്കും, കുറേ നേരം നോക്കി നിൽക്കും, കുറേ നേരം ഡാൻസ് കളിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കൊടുവിൻ്റെ അവസ്ഥ. ഇതാ നമ്മുടെ ബഹുമാനപ്പെട്ട ലിൻഡോ ജോസഫ് MLA വന്നിട്ടുണ്ട്. അതുപോലെ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, പിന്നെ ജലീൽക്ക ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രധാനപ്പെട്ട ആളുകളൊക്കെ. ഒന്നാമത് ഇവിടുത്തെ മോളെ ഇപ്പോൾ നാളെ കല്യാണമുള്ള മോളെ അച്ഛൻ മരിച്ചിട്ട് 1 വർഷമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കൈ പിടിച്ച് കൊടുക്കേണ്ട അച്ഛൻ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം എന്തായാലും ആ കുടുംബത്തിനുണ്ടാവുമല്ലോ. അപ്പോൾ ആ വിഷമമൊക്കെ തരണം ചെയ്യാൻ അവർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു വിഷമം അവളെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അവരെ അച്ഛൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ വന്ന സമയത്തൊക്കെ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. നമ്മളെ മനസ്സിലതിങ്ങനെ വരും. അപ്പോൾ ഈ കണ്ടത് ഞങ്ങളെ തുള്ളലാണ് കേട്ടോ. അതൊരു ഒന്നൊന്നര തുള്ളലാണ്. പക്ഷേ ശരിക്കും ഒന്നും എല്ലാവർക്കും കാണാൻ കഴിയുമോ അറിയില്ല കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ കുറച്ച് അടിപൊളി ഡാൻസ് കണ്ടോളൂ കേട്ടോ. അടിപൊളി ഡാൻസ്. ഓക്കെ.
ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടു അച്ഛൻ അതിന് മുമ്പ് തോന്നുന്നേ ഇവർക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് പോകുന്ന അവസ്ഥ. ഈ ചെങ്ങായി ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടായിക്ക് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കൊടു ഉറക്കം വരുന്നില്ല. കൊടു അവിടെ ഇരുന്ന് കളിക്കുന്നു കേട്ടോ. ഞാൻ വന്നുകൊണ്ട് പിന്നെ ചെറുഞ്ഞിട്ട് വേഗം ഉറങ്ങി. കൊടു ഇതാ ഇവിടെ ഇനി ഇരിക്കുക തന്നെയാണ് കേട്ടോ. ഇനി കൊടുവിനെ ഉറക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. പ്ലീസ് ലൈക്ക് ചെയ്യുക.